ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനുപമ രഘുവിനെ രക്ഷിക്കാൻ വേണ്ടി മനസ്സിൽ കളങ്കമില്ലാതെ അനുപമ പറയാണ്, ഞാനൊരു കാര്യം പറയട്ടെ രഘുവേട്ടാ, ഈ വീട് എന്തായാലും കന്യാശ്ശേരി മനയിൽ നിന്ന് കിട്ടിയ ആ 1 കോടി രൂപയുടെ 50 ലക്ഷമാണല്ലോ ഇതിൽ ചെലവഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു വീട് പണയപ്പെടുത്തി രഘുവേട്ടന് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അച്ഛനോട് ചോദിച്ചൂടെ? അത് കേട്ടോടനെ അമ്പിളി, രഘുവേട്ടാ അത് നല്ല കാര്യമല്ലേ, വീട് വിൽക്കാൻ പറ്റില്ലെങ്കിൽ അതെങ്കിലും നമുക്ക് ചെയ്തൂടെ? അത് കേട്ടോടനെ രഘു പറയണ, അത് നന്നു അനുപമേ, അത് അമ്മാവനും കൂടി സമ്മതമാണെങ്കിൽ മാത്രം അതിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നല്ല ആ തീരുമാനമാണ് കേട്ടോ. അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ നിൽക്കുമ്പോൾ അമ്പിളിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവാണ്. തന്റെ കാര്യം നിറവേറാൻ പോവാണല്ലോ. ഇത്രയും കാലം മാഷ് ചെയ്തതൊക്കെ ഓരോ മക്കളും മറക്കുന്നു, പക്ഷെ അനുപമ മാത്രം അത് മറക്കുന്നില്ല കേട്ടോ. ഓരോരുത്തരും ഓരോരുത്തരുടെ കാര്യമാണ് ചിന്തിക്കുന്നത്. ഈ ഒരു മനുഷ്യൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ മാഷ് പുറത്തോട്ട് വരികയാണ് കേട്ടോ. മാഷ് വന്ന ഉടൻ തന്നെ എന്താ നിങ്ങൾ കാര്യമായി ചർച്ച? അപ്പൊ അനുപമ പറയട്ടെ എന്നുള്ള ലെവലിൽ അവിടെ രഘുവും അതുപോലെ അമ്പിളിയും നിൽക്കാണ്. ഈ സമയം അനുപമ, അച്ഛ ഞാനൊരു കാര്യം പറയട്ടെ, രഘുവേട്ടന് എന്തായാലും ഒരു പുതിയ സംരംഭം എന്താണെങ്കിലും തുടങ്ങണം. അത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വഴി കാണിച്ചു കൊടുക്കണ്ടേ? അതിനല്ലേ മോളെ ഞാനിപ്പോ കന്യാശ്ശേരി മനയിൽ പോയി ഇങ്ങനെ നിങ്ങളുടെ അമ്മയുടെ സ്വർണത്തിന്റെ കാര്യം പോലും ചോദിച്ചത്. അതിൽ എനിക്ക് യോജിപ്പില്ല. അച്ഛനത് ചോദിക്കാൻ പാടില്ലായിരുന്നു. അച്ഛന് തന്ന സ്വർണം അച്ഛൻ എന്തും ചെയ്യാ, അതിനി അവിടെ നിൽക്കട്ടെ. എന്തായാലും അച്ഛന്റെ ആദർശം അതിന് സമ്മതിക്കില്ലെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല അച്ഛാ, എനിക്ക് ഈ വീട് കന്യാശ്ശേരി മനയിൽ നിന്ന് കിട്ടിയ ആ പണം കൊണ്ടാണല്ലോ എനിക്ക് ഈ വീട് അച്ഛൻ സ്വന്തമാക്കി തന്നത്. എന്നാൽ ഈ വീട് എനിക്കും എന്റെ കുഞ്ഞിനും മാത്രം ഉള്ളതല്ലേ? എനിക്കിപ്പോ പഞ്ചരത്നത്തിലും വന്ന് നിൽക്കാം. ഞാനിത് വിൽക്കണം എന്നാ ആദ്യം കരുതി. എന്താ മോളെ നീ പറയുന്നത്? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സുശീലയുടെ മുന്നിൽ വീണ്ടും ഒരു തോൽവിയായി മാറാനാണോ നീ ഉദ്ദേശിക്കുന്നത്? അത് കേട്ട ഉടനെ അനുപമ, ആരെ മുന്നിലും ജയിച്ചിട്ടും തോൽച്ചിട്ടും ഒന്നും കാര്യമില്ല, മനസ്സമാധാനമാണ് മച്ച വേണ്ടത്. രഘുവേട്ടന് എന്തെങ്കിലും എന്നെ കൊണ്ട് സഹായമാവുമെങ്കിൽ പറ്റട്ടെ എന്ന് പറയുമ്പോ അമ്പിളി ആകെ അന്തം വിട്ടു പോവാണ് കേട്ടോ. തനിക്ക് കിട്ടിയ ഈ സൗഭാഗ്യം വേണ്ടെന്ന് വെക്കാൻ അത് അനുപമയെ കൊണ്ട് തന്നെ കഴിയുള്ളൂ. മാഷിന്റെ പഞ്ചരത്നങ്ങളിൽ ഏറ്റവും രക്തമുള്ള മകൾ ഈ അനുപമ തന്നെയാണെന്നുള്ളത് ഇനി എല്ലാവരും മനസ്സിലാക്കാൻ പോവാണ് കേട്ടോ. ഇതേ സമയം ഉടൻ തന്നെ അമ്പിളി പറയുന്നുണ്ട് അത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ തപ്പിപ്പിടിക്കാണ്. അപ്പൊ ആ സമയം രഘു പറയണ, അത് നടക്കില്ല എന്ന് പറഞ്ഞല്ലാനു, അത് നടക്കില്ല. അതുകൊണ്ട് അച്ഛൻ ഞാൻ വേറൊരു ഉപാധി പറയാം, അച്ഛൻ ഇതിന് തടസ്സം നിൽക്കണ്ട. കാരണം അമ്പിളി ചേച്ചി ഇന്നോ ഇന്നലെ പറയല് തുടങ്ങിയതല്ലല്ലോ രഘുവേട്ടന് ഒരു സംരംഭം വേണമെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മളായിട്ട് ഇനി ഒരു തടസ്സവും നിൽക്കണ്ട അച്ഛാ. ഈ വീടിന്റെ പ്രമാണം ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. ഈ പ്രമാണം കൊണ്ടുവച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് എന്തായാലും രഘുവേട്ടൻ ഒരു ബിസിനസ് തുടങ്ങട്ടെ. രഘുവേട്ടൻ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പണം തിരികെ എടുക്കാമല്ലോ, ആ പ്രമാണം തിരികെ എടുക്കാമല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന മാഷ് ആദ്യം ഒന്ന് അന്താളിപ്പ് തോന്നും. ഇതേ സമയം രഘു, അതൊന്നും വേണ്ട, അതൊന്നും കുഴപ്പമില്ല രഘു, അനു പറയുന്നതിലും കാര്യമുണ്ട്. നിനക്ക് ഞാനൊരു വാക്ക് തന്നിരുന്നു, എന്റെ മുന്നിൽ ഇനി യാതൊരു വഴിയില്ല, അതുകൊണ്ട് ഈ ഒരു വഴിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അനു പറഞ്ഞത് കാര്യമാണ്. നീ ഈ ഒരു ബിസിനസ് തുടങ്ങിക്കോ. ഈ വീടിന്റെ പ്രമാണം എന്തായാലും നമുക്ക് അങ്ങ് കൊണ്ടുവെക്കാ എന്ന് പറയാനിട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് അമ്പിളിക്ക്. അങ്ങനെ അമ്പിളി നെടുവീർപ്പ് വിട്ടു തുടങ്ങാണ്. പിന്നീട് രഘു ആണെങ്കിലോ നേരെ പോകുന്നത് ദാസിന്റെ അടുത്തോട്ടാണ്. മാഷാണെങ്കിലോ, ഞാൻ എന്തായാലും പഞ്ചരത്നത്തിലോട്ട് വരുന്നുണ്ട് മക്കളെ, ആദ്യം എന്റെ മഞ്ചാടി മോളെ ഒന്ന് പോയി കാണട്ടെ, അവളുടെ മാനസികാവസ്ഥ എന്തെന്നറിയട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് ഇനിയിപ്പോ ഈ ഒരു പണയത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞ് മാഷ് പോകുന്നു കേട്ടോ. പിന്നീട് രഘു ദാസിന്റെ അടുത്തോട്ട് പോവാണ്. വിവരങ്ങളൊക്കെ തിരക്കാൻ ദാസിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോ അവിടെ വിനയൻ ഉണ്ടാവും കേട്ടോ. ഇതേ സമയം ദാസ് ചോദിക്കാണ്, അണ്ണൻ എന്നെ മാത്രം കാണാൻ വന്നില്ല, അണ്ണൻ എത്ര തവണ ഈ ഒരു സ്ഥലത്തോട്ട് വരുന്നു, പക്ഷെ എൻ്റെ അടുത്തോട്ട് മാത്രം അണ്ണൻ വന്നില്ല, അണ്ണൻ ഇത്രയും വല്ലാത്ത വൈരാഗ്യം എന്നോടുണ്ടോ എന്തൊക്കെ ഇങ്ങനെ രഘുവിനോട് ചോദിക്കുമ്പോ, അതല്ല മാഷിന് അമ്മാവൻ്റെതായ തിരക്കുകളാണ്, അതുകൊണ്ടാണ് ഇപ്പൊ കന്യാശ്ശേരി മനയിലോട്ട് വന്നതാണ്. പിന്നെ ഇപ്പൊ മഞ്ചാടി മോളുടെ അവസ്ഥ അതാണല്ലോ, മഞ്ചാടിയെ കാണാൻ വേണ്ടിയിട്ട് അമ്മാവൻ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണെന്ന് ദാസിനോട് പറയണേ. അപ്പൊ ദാസ് പറയണേ, എന്തോ ഞാൻ അണ്ണന് വേണ്ടി മാത്രമല്ല ചെയ്തത്, അണ്ണനെ ഞാൻ ഒരിക്കലും ചതിച്ചിട്ടില്ല,
അറിയില്ല, ഇനിയിപ്പോ അണ്ണൻ എന്നോട് എന്തെങ്കിലും ഒരു വെറുപ്പുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കാണ്. ഇതേ സമയം വിനയൻ ചോദിക്കാണ്, അല്ല രഘുവേട്ടന്റെ ബിസിനസ് കാര്യമൊക്കെ ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? കന്യാശ്ശേരി മനയിൽ ചെന്ന് സ്വർണം പണയം വെക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെന്ന് പറഞ്ഞത് അതൊക്കെ നടന്നു. അങ്ങനെ സുശീലയെ പോലെ കുശാഗ്ര ബുദ്ധിക്കാരനാണ് എന്നുള്ള സത്യം പുറത്ത് പതിയെ പതിയെ തെളിയാനിരിക്കുന്നുള്ളൂ കേട്ടോ. തന്റെ ഉള്ളിലെ പക മുഴുവൻ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയായിരിക്കും. കാരണം തനിക്ക് കിട്ടാനുള്ളത് കിട്ടാൻ വേണ്ടി താൻ പാവത്താനായി അഭിനയിക്കുകയാണെന്നുള്ള സത്യം ഇനിയാണ് വിനയനെ കുറിച്ച് പുറത്തു വരുന്നത് കേട്ടോ. വിനയൻ ഒരിക്കലും മാറിയിട്ടുണ്ടാവില്ല. വിനയൻ ഈ സൈക്കോ വിനയൻ തന്നെയാണ് കേട്ടോ. അത് കുറച്ച് കഴിയുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. ആ സമയം ഇങ്ങനെ രഘു പറയാണ്, അതൊന്നും നടക്കില്ല വിനയ, ഞങ്ങൾ അവിടോട്ട് പോയി. ഒരിക്കലും ഇഷ്ടമില്ലെങ്കിലും കൂടി എനിക്കൊരു സംരംഭം തുടങ്ങാൻ, സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങാൻ എനിക്ക് തന്ന വാക്കിന്റെ പുറത്ത് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയും, പക്ഷേ കന്യാശ്ശേരിയിലെ പൂർവികന്മാരായി കൊണ്ടു നടക്കുന്ന ആ സ്വത്ത് ഒന്ന് ഉരച്ചു നോക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. അത് കേൾക്കുന്ന വിനയ, എനിക്കെന്തോ ഇതിലെന്തൊക്കെയോ ദുരൂഹത തോന്നുന്നു. കന്യാശ്ശേരി മനയും അവിടുത്തെ സ്വത്തും സ്വർണ്ണാഭരണങ്ങളും മൊത്തത്തിൽ അവര് തന്നു എന്നല്ലാതെ അതിലെന്തൊക്കെയോ ഒരു ദുരൂഹത തോന്നുന്നു എന്നിങ്ങനെ പറയുമ്പോ രഘുവിനും ആ ഒരു സംശയമുണ്ട് കേട്ടോ. ഈ സമയം ഇനിയിപ്പോ എന്താ തീരുമാനം എന്ന് വിനയൻ അടുത്തത് ചോദിക്കാന്. കാരണം കിട്ടാനുള്ളത് കിട്ടിയിട്ടല്ലേ അടുത്ത പൊട്ടിത്തെറി ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ അത് ചോദിക്കുമ്പോ, ഇനിയിപ്പോ അനുപമയുടെ വീട് പണയം വെച്ച് എനിക്കൊരു സംരംഭം തുടങ്ങാമെന്നാണ് അമ്മാവൻ പറഞ്ഞിട്ടുള്ളത്. മഞ്ചാടിയെ ചെന്ന് കണ്ടതിന് ശേഷം ബാക്കി നീക്കുപോക്ക് ചെയ്യണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടോ. ഇത് കേൾക്കുന്ന വിനയൻ അങ്ങ് ദേഷ്യം പിടിക്കാണ്. വിനയൻ അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം തന്നെ ഈ ചിരുവിനെ ഇന്നേ വരെ മാഷ് അതെന്തെന്ന് അന്വേഷിക്കാൻ പോലും വരുന്നില്ല. അവരുടെ ജീവിതം എങ്ങനെ, തനിക്കൊരു പണിയില്ലാതിരിക്കുമ്പോഴും ഇങ്ങോട്ടേക്ക് എന്നുള്ളതില്ല. എല്ലാ മക്കൾക്കും കന്യാശ്ശേരി മനയിൽ നിന്ന് കിട്ടിയതിൽ കുറേശ്ശെ കൊടുത്തു. പക്ഷെ ഈ പറയുന്ന ചീരുവിനും വിനയനും ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ കിട്ടുന്നില്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് ചീരു പറഞ്ഞതുപോലെ അതുപോലെ തന്നെയാണ് കേട്ടോ മാഷി കാട്ടുന്നത്. അങ്ങനെ വിനയൻ അത്ര അങ്ങ് ദഹിക്കില്ല. പിന്നീട് വിനയൻ എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു പോകുമ്പോ രഘുവിന് അതൊരു പന്തികേടായി തന്നെ രഘുവിന് തോന്നുന്നു കേട്ടോ. ഇതേ സമയം സുശീല സോനയോട് പറയണം, സോന എനിക്ക് കുറച്ച് ചൂടുവെള്ളം തരുമോ? അത് കേട്ട ഉടനെ തന്നെ സോന പറയണ, അമ്മ ഫ്ലാസ്കിലും ഉണ്ടല്ലോ, അത് സുഖമില്ല, അത് ചൂടാറിയിട്ടുണ്ട്, നീ ആ ക്യാൻറ്റീനിൽ പോയി കുറച്ച് ഫ്രഷായി ചൂടുവെള്ളം വാങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് സോനയെ മനഃപൂർവ്വം സുശീല അവിടെ നിന്ന് ഒഴിവാക്കാനായിട്ടാ. സോനക്കാണെങ്കിലോ അത് പന്തികേടായിട്ടും തോന്നുന്നു. ഇതേ സമയം സുശീല അത് പറഞ്ഞ് സോനയെ അങ്ങ് ഒഴിവാക്കുമ്പോ സുശീല പെട്ടെന്ന് ബെഡിൽ നിന്ന് ചാടി എണീക്കാണ്. എന്നിട്ട് തന്റെ ഫോൺ എടുക്കാണ്. ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് ഗൂഗിളിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ, ഞാൻ ഇത്രയും ദിവസം ഈ നരക ജീവിതം അനുഭവിച്ചത്, എല്ലാവർക്കും മുന്നിൽ അഭിനയ നാടകം നടത്തിയതും ഐസിയുവിനുള്ളിൽ കിടന്നതും അറ്റാക്കായി അഭിനയിച്ചതും ഒക്കെ എന്തിനു വേണ്ടി? ഗോകുലിന്റെയും കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് മേടിച്ചെടുക്കണം എന്നുള്ള ആ തീരുമാനം സുശീല എടുക്കാണ് കേട്ടോ. എന്നിട്ട് സുശീല ഗോകുലിനെ വിളിക്കാണ്. ഉടൻ തന്നെ വരുന്നുണ്ടല്ലോ, എന്തായാലും ഇവരെന്ന സ്ത്രീയെ ഒതുക്കാൻ എനിക്ക് തന്നെ കഴിയുള്ളൂ. ഇവരെ ഒതുക്കണല്ലോ. ഇവര് പല പാപങ്ങളും ചെയ്തിട്ടുണ്ട്. ആ പാപം ഇവരും ഒന്ന് അറിയണം. അതിന്റെ കറ ഇനി ഇവർക്ക് പറ്റണല്ലോ എന്നുള്ള ആ ഒരു ഇതോടുകൂടി ഗോകുൽ ഒടുക്കാണ്. അപ്പൊ ഗോകുല്, എന്താ ആന്റി, എന്താ സുശീല ആന്റിയുടെ അറ്റാക്ക് ഒക്കെ കഴിഞ്ഞോ? അത് കഴിഞ്ഞ ഉടനെ തന്നെ, എന്താ നീ എന്നെ കളിയാക്കാണോ? നീ പറഞ്ഞത് പ്രകാരമല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്. അതുകൊണ്ട് നീ പറഞ്ഞത് പ്രകാരം ഞാൻ എല്ലാം ചെയ്തു. 2-3 ദിവസം എനിക്ക് നരക ജീവിതമായിരുന്നു. എന്നാലും നീ എനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അതെനിക്ക് തന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ സുശീല ഹാപ്പിയാണ് എന്ന് പറയുന്നിട്ട. അത് കേൾക്കുന്ന ഗോകുല് പറയണ, അതിനെന്റെ ആന്റിക്ക് ഇപ്പൊ ഈ പണം ഞാൻ നൽകേണ്ട ആവശ്യമില്ലല്ലോ. സുശീല ആന്റി കാരണമല്ലല്ലോ ഈ പറയുന്ന മഞ്ചാടിയുടെ കല്യാണം മുടങ്ങിയത് ജീവരാജ് വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ടല്ലേ. അത് കേൾക്കുന്ന സുശീല ഒന്ന് ഞെട്ടിയിട്ടോ. ഈശ്വര, ഇവനെന്താ കാല് മാറുന്ന എന്ന രീതിയിൽ സുശീല ഇങ്ങനെ തുറിച്ചു നോക്കാണ്. എന്താ ആന്റി, ഞാൻ പറഞ്ഞത് സത്യല്ലേ? എന്താ ആന്റിക്ക് അത് ഞാൻ പറഞ്ഞത് പിടിച്ചില്ല എന്നുണ്ടോ എന്നിങ്ങനെ വീണ്ടും ചോദിക്കുമ്പോ ഉടൻ തന്നെ, ഗോകുലെ, നിന്റെ വെളച്ചില് എന്റെ അടുത്ത് വേണ്ട. സുശീല ഈ കളി പലതും കണ്ടതാണ്. സുശീല ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ലാഭം എനിക്ക് കിട്ടിയിരിക്കണം. അല്ല എങ്കിൽ സുശീല ആരെന്ന് നീ ശരിക്കും അറിയും. ഇത് സുശീലയോടാണ് നീ കളിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോ ഗോകുലിങ്ങനെ പൊട്ടിച്ചിരിക്കാൻ കേട്ടോ. എനിക്ക് തരാനുള്ളത് തന്നിരിക്കണം എന്ന് പറയുമ്പോ ഗോകുലിന് ഒരു
പരിഹാസച്ചെറിയാണ് വരുന്നത്. അങ്ങനെ സുശീല അതും പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്തോടെ തന്നെ ഇന്ദ്രന്റെ മുന്നിലോട്ടാണ് കേട്ടോ വരുന്നത്. ഇന്ദ്രനെ കണ്ട സുശീല ആകെ പതറിപ്പോവാണ്. തന്റെ കയ്യിൽ നിന്നും എല്ലാം പോയി. ഇതുവരെ സ്ട്രക്ചറിൽ കിടന്ന സുശീല വിൻഡോയുടെ അടുത്ത് നിന്നും നല്ല അടിപൊളിയായി തന്നെ സംസാരിക്കുന്നു. താൻ സംശയിച്ചത് കറക്റ്റ് ആയിരിക്കുന്നു. ഇതിന്റെ പിറകിൽ അമ്മ തന്നെ എന്നുള്ളത് സത്യം പുറത്തു വന്നിരിക്കുന്നു. ഇതേ സമയം ഇന്ദ്രൻ ചോദിക്കും, എന്നാലും എന്റെ അമ്മേ, നിങ്ങൾ ഇത്ര നീച്ച സ്ത്രീയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത്രയും ദുഷ്ടതയും ക്രൂരതയും എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നു എന്ന് ഇന്ദ്രൻ സുശീലയുടെ മുഖത്തടിച്ച് ചോദിക്കുമ്പോ, മോനെ അത് എന്ന് പറയുമ്പോ, നിങ്ങൾ ഇനി ഒരക്ഷരം മിണ്ടരുത്. എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്ന വാക്കുകൾ അത് ചിലപ്പോ കൂടിപ്പോകും എന്ന് ഇന്ദ്രൻ പറയാനായിട്ട്. അങ്ങനെ ഇന്ദ്രൻ ഇനി സുശീലയെ കൈ ഒഴിയുന്ന ആ ഒരു കിടുക്കൻ സീനാണ്. അപ്പൊ അനന്തമാഷിന് വാക്കു കൊടുത്തതുപോലെ തന്നെ തന്റെ അമ്മക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ തീർച്ചയായും തന്റെ അമ്മക്ക് തിരിച്ചടി ഞാൻ നൽകും എന്ന് പറഞ്ഞ ഇന്ദ്രൻ അത് നൽകിയിരിക്കൂട്ടോ.